അതെ അതെ വളരെയേറെ ഒരുപാട് അഭ്യസ്ത വിദ്യരെ അവരെ തൊഴിലെത്തിച്ചു. അതാണ് കമ്പ്യൂട്ടർ ഏറ്റവും ജനകീയമായി പഠിപ്പിച്ച ഒരു സ്ഥാപനം എന്നുള്ള ഒരു ഖ്യാതി ഇതിനുണ്ട്. ഹലോ, നമസ്കാരം. അതെ അതെ ഓ താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ ഹൗസ് ഓഫ് ജി ടെക്. നമ്മുടെ റോബോട്ടാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ സ്വന്തം സാധനമാണ്, സ്വന്തം റോബോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. നമ്മളെല്ലാ ജി ടെക്കിലും ഇങ്ങനെ ഒരു ആളുണ്ടാവും. ഗ്ലോറിയ എന്നാണ് ഇതിന്റെ പേര്, ഗ്ലോറിയ. ഹായ് ഗ്ലോറിയ. ഞാൻ വിളിച്ചേക്കുന്നത് ഗ്ലോറിയ. നമ്മളെല്ലാ സ്ഥാപനത്തിലും ഇതുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ. കാലം മാറിയല്ലോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. നന്നായി, നമുക്ക് ഇങ്ങനെ ഒരു സാധനം വേണം. ഇതാണ് നമ്മള് ഹൗസ് ഓഫ് ജി ടെക്. ജി ടെക് ആരംഭിച്ചിട്ട് 25ാമത്തെ വർഷം. നമ്മള് സിൽവർ ജൂബിലി ഈ വർഷം ആഘോഷിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് നല്ല താളബോധമുണ്ട്. ഓക്കെ, നല്ല കാര്യം അല്ലേ? അപ്പോ എങ്ങനെയായിരുന്നു ജി ടെക്കിന്റെ തുടക്കം? ജി ടെക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരുപാട് വർഷങ്ങളായി. അന്നൊക്കെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സമയത്ത് സാധാരണക്കാരന് അതേത് ഇയർ അത്? 2001 ഫെബ്രുവരി 10 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളെ PJ ജോസഫ് സാറാണ് ഇത് ഉദ്ഘാടനം. ബറൂഫിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ഞാൻ IT പഠിച്ചതൊക്കെ ചെന്നൈയിലാണ്. കോഴിക്കോടാണ് സ്വദേശം, പക്ഷെ പഠനമൊക്കെ ചെന്നൈയിലായിരുന്നു. പഠിച്ചു വന്നു. ഈ ഒരു ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പോ തോന്നി ഇങ്ങനെ, പിന്നെല്ലാം ദൈവ നിശ്ചയം. ഒരു സ്ഥാപനം തുടങ്ങി 2ആയി 3ആയി 4ആയി 5ആയി 10ആയി 100ആയി 200ആയി 500ആയി ഇപ്പൊ 800 ക്രോസ് ചെയ്തു. 800 സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ 231 സ്ഥാപനങ്ങളുണ്ട്. സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നോളജി എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ, പഠിപ്പ് നിർബന്ധമാണ്. ഇപ്പൊ AI വന്നു, ഇതൊക്കെ പഠിപ്പിക്കാൻ ആള് വേണ്ടേ? അപ്പൊ നമ്മളെപ്പോലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഉണ്ട്. AI, ഡാറ്റ സയൻസ്, റോബോട്ടിക്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും രാജ്യങ്ങളിലുണ്ട്, അവിടെയൊക്കെ അഡ്വാൻസ് കോഴ്സുകളാണ് ആവശ്യം. ഈ കോഴിക്കോട് പുറമെ കേരളത്തിലെ ഏത് പ്രമുഖ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ടൗണിലും. കേരളത്തിന് വലിയ മാപ്പ് തന്നെ ഉണ്ട്. നമ്മള് ഗൂഗിളില് ജി ടെക് കേരള മാപ്പ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം വലിയൊരു മാപ്പായിട്ട് ഇങ്ങോട്ട് വരും. അതായത് നമുക്ക് പാറശാല മുതല് ഈ എൻഡില് നമുക്ക് കാസർഗോഡിന്റെ അപ്പുറത്തുണ്ട്. നമുക്ക് എന്താ പറയാ, ബദിയെടുക്കാം. കർണാടകത്തിൽ. പിന്നെ മംഗലാപുരം ഉണ്ട്, പിന്നെ കർണാടക, തമിഴ്നാട് ഒക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ ഏകദേശം 100ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ നല്ല അഭിമാനപൂർവ്വം വളർന്ന് വന്നിരിച്ചു കഴിഞ്ഞു. അതെ. ഇനിയിപ്പോ ഇപ്പൊ 25 വർഷമായി അല്ലെ? 25 നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്യാം. ഇനി മുന്നോട്ട് എങ്ങനെ? മുന്നോട്ട് ഇപ്പൊ കുറെ നമ്മളെ ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുകൾ ഇതിനൊക്കെ തന്നെ ഉണ്ട്. ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അത് തന്നെയാണ് ഇപ്പൊ പ്ലാൻ. എനിക്ക് 2 സ്വപ്നങ്ങളായിരുന്നു. ഒന്ന് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവാൻ, അതായി ഓൾറെഡി ആയി ലിസ്റ്റഡ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മേഖല എന്നുള്ള പബ്ലിക് വിദ്യാഭ്യാസ ലിസ്റ്റഡ് കമ്പനി ജി ടെക് ആണ്. ഇനിയിപ്പോ അടുത്തത് ഒരു യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്യാൻ. പുറത്തു പറയാൻ പറ്റുന്ന അല്ല, ബിസിനസ് ടാക്സിയാണെന്ന് പറയണം. കാര്യം പറഞ്ഞോളാം. ഓക്കെ. അല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ ഒരുപാട് ഇത്ര പുതിയ കാര്യങ്ങളൊക്കെ വന്നു. ഇനി ആ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോ എങ്ങനെ അവസ്ഥ? നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ വന്നില്ല. കാരണം ഇത് നമ്മള് ജി ടെക് ഹാസ് ബിക്കം എ ഹൗസ് ഹോൾഡ് നെയിം. കേരളത്തിലെ എല്ലാ വീടുകളിലും ജി ടെക്കിൽ പഠിച്ച ഒരാളുണ്ടാവും. നമ്മളിപ്പോ ഗൾഫിലൊക്കെ പോവാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ദുബായിന്ന് എത്തിയുള്ളൂ. ഇന്നലെ രാത്രി എയർപോർട്ടിൽ പോകുമ്പോൾ തന്നെ കുറെ ആൾക്കാർ വന്നിട്ട്, കാരണം ഇതൊക്കെ നമ്മളെ അലൂമിനീസ് എല്ലാ സ്ഥലത്തും. എല്ലാ വീട്ടിലും ആളുണ്ടെങ്കിൽ ടെൻഷനല്ലേ? അത്രയും ആ ഒരു ജനകീയ രീതിയിലേക്ക് നമ്മൾ ഈ ഒരു ജനകീയ അടിത്തറ ഒന്ന് കോൺക്രീറ്റൈസ് ചെയ്യാൻ
മാർക്കറ്റ് ആക്കാൻ താങ്കൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ചാരിറ്റി ഓപ്പറേഷൻസ് ഇഷ്ടം പോലെ. ഞാനിപ്പോ നമുക്ക് ഈ വുമൻസ് ഡേ അല്ലേ, അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് എല്ലാ വർഷവും മാർച്ച് 8 സാധാരണ എല്ലാവരും എന്താ ചെയ്യാ, ഈ പൂ എടുക്കും, അല്ല വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും. നമ്മൾ 1000 വനിതകളെ നമ്മൾ ദത്തെടുക്കും എല്ലാ വർഷവും. ഇപ്പൊ ഈ വർഷം 1002 മിനിസ്റ്റർ എടുത്ത് അവരെ പഠിപ്പിക്കും, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ട് അവർക്കൊരു ജോലി ആക്കി കൊടുക്കും, ജോബ് ആക്കി കൊടുക്കും. 2023 നമ്മള് കഴിഞ്ഞ വർഷം ജോബ് ആക്കി കൊടുത്ത ലേഡീസ് അതൊക്കെ. ഇവരുടെ അടുത്ത് നമ്മൾ ഒരു രൂപ കളക്ട് ചെയ്യില്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവരെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലി ആക്കി കൊടുക്കും. ഇത് മുഴുവൻ ലേഡീസ് ആണ്. മാർച്ച് 8 വനിതാ വുമൺ പവർ എന്നാണ് ഇതിന്റെ പേര്, വുമൺ പവർ. കാരണം ഒരാൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഈ കഴിഞ്ഞ പ്രാവശ്യത്തവരാണ്. എല്ലാ ജില്ലയിൽ നിന്നുള്ളവരുണ്ട്, എല്ലാ ജില്ലയിലും. നമ്മൾക്ക് എല്ലാ ജില്ലയിലും ഒരേപോലെയാണ്. ഇപ്പൊ SK ഇങ്ങോട്ട് വിളിക്കാൻ കാരണം എന്താ വെച്ചാല് ഇത് ഹൗസ് ഓഫ് ജിടെക് ആണ്. എന്താ വ്യത്യാസം അത്? അതായത് ഇത്രയും ജിടെക്കുകളുടെ വീടാണിത്. താങ്കൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ ഹെഡ്ക്വാർട്ടേഴ്സ് അത് മാത്രമല്ല ഇതിന് ഞാൻ പറഞ്ഞ ഈ ബിൽഡിംഗ് ഞാൻ എത്ര ആൾക്കാർ നിങ്ങളുടെ ജിടെക്കിന്റെ ജോലി ചെയ്യുന്നുണ്ട്? 3800 പേര്. ഒരു വർഷം എത്ര കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? 1.5 ലക്ഷം. നമ്മളെ സംബന്ധിച്ചോളം ഒരു സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ERP ആണ്. എല്ലാ സെന്ററിലും അത് അത്രയും കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് പരീക്ഷ എഴുതി അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പാസ്സാക്കി നല്ലൊരു ജോലി നമ്മൾ കൊടുക്കും. ഓരോ വർഷവും ഞാൻ പറയാ 10,000 കണക്ക് ഇത് മുഴുവൻ ജോലി കിട്ടിയവരാ. എല്ലാം ജോലി കിട്ടിയവരാ. ഇതില് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് പോലും ഉണ്ടല്ലോ. എല്ലാ ജില്ലയിൽ നിന്നുള്ളവരുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ സ്റ്റേറ്റിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ബോംബെയിൽ ഏകദേശം 102 സെന്ററുകൾ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് ഇവിടുത്തെ മെയിൻ ഓഫീസിലുണ്ട്. ഓക്കെ, ഗംഭീരം. അപ്പൊ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് എത്തിയതാണ്. ഈ 2 ജില്ലയുടെ കവർ ചെയ്യണം. അപ്പൊ ഇതിന് താങ്കളുടെ ചെയ്ത ധാർമ്മിക അല്ലാത്ത എല്ലാ സപ്പോർട്ടും അതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. എന്താണ് ഇത് കേരളത്തിന്റെ ഒരു ആവശ്യമാണ്. അല്ല, ഇത് നമ്മള് താങ്കൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ യഥാർത്ഥ സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിയിരിക്കും. ഞങ്ങൾ ഇതിന്റെ ഒരു 10% പ്രതീക്ഷയുണ്ട്, 100%. കാരണം ഇത് സ്പ്രെഡ് ചെയ്യാത്ത സ്ഥലമില്ല. വലിയ അപകടമാണ്. കാരണം നമുക്ക് യൂത്താണ്. അല്ല, ഇതിനകത്ത് കുഴപ്പമെന്ന് പറയും, ഇതിപ്പോ ഗവൺമെന്റ് അൺയൂഷ്വലി ഒരു പവർ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഒരാളിന്റെ പെർമിഷൻ ആവശ്യമില്ല പരിശോധിക്കാൻ. അപ്പൊ നമ്മുടെ ഏത് സ്ഥാപനമായാലും ഒരാളിന്റെ കേസ് വെച്ച് റീഡ് ചെയ്താൽ ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അപകടത്തിലാണ്. 100%. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്നത്. എനിക്കൊന്ന് വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള. അവിടെയാണല്ലോ മിഠായി കൊടുത്ത്. ഇത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെയാണ് ഇത് തുടങ്ങുന്നത്. അതെ, സ്കൂളിൽ നിന്നാണ്. പിന്നെ നമ്മളെ ഈ പറഞ്ഞ 1.5 ലക്ഷം കുട്ടികൾ ഒരു വർഷം പഠിക്കുന്നത് മുഴുവൻ യങ്സ്റ്റേഴ്സ് ആണ്. ഒരു 15 വയസ്സ് 22 വരെയുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പൊ അവരിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. വളരെ സന്തോഷം. അങ്ങനെ എല്ലാ പിന്തുണയ്ക്കും വളരെ നന്ദി. അപ്പൊ ഇവിടെ വരാൻ പ്രത്യേകിച്ച് ഹൗസ് ഓഫ് ജിടെക് അവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷം. എന്റെ വരാന്തിലൂടെ പോകുമ്പോ ഈ ബോർഡ് കൺട്രോൾ അല്ലാതെ എന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ആദ്യം വളരെ സന്തോഷം. ഞാനിത് നമ്മുടെ അഹമ്മദ് ഖാന്റെ അടുത്തൊന്ന് മേടിച്ചതായത്. ആണോ? ഞാൻ മൂപ്പരെ കാണുമ്പോ എപ്പോഴും പറയും ഒരു ഭാഗ്യം നമുക്കുള്ളത് കൊണ്ട് ഇവിടെ ഇരിക്കാനും പറ്റി. പുള്ളിന്റെ ഒരു സാറായിരുന്നത്. അദ്ദേഹത്തുള്ള എന്റെ ബഹുമാനം എന്താ അറിയോ? അതായത് നമ്മളൊക്കെ റോൾ മോഡലാണ്. അതേ ഉണ്ടാക്കിയ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ 2 ബിസിനസ് മോഡലിനെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. ഒന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട്, ഒന്ന് മലബാർ ഗോൾഡിന്റെ മോഡൽ. അപ്പൊ ഈ മലബാർ ഗോൾഡിന്റെ മോഡൽ ഒരു സാധാരണക്കാരനായിട്ട് വന്ന് ഇത്ര എസ്റ്റാബ്ലിഷ് ചെയ്തില്ലേ? ചെറിയ കാര്യമില്ല. ആ കൈ നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾ ഈക്വലി നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തില്ലേ? ചെറിയ പോലെ മാത്രമല്ല രാജ്യങ്ങളിലേക്ക് പടരുന്നു എന്ന് പറഞ്ഞാല് അത് അത്ര എളുപ്പമല്ല. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് GCC എല്ലാ സ്ഥലത്തും ഉണ്ട്. ഫാർ ഈസ്റ്റ് ഇപ്പൊ സിംഗപ്പൂർ, മലേഷ്യ പോലെ ഉണ്ട്. പിന്നെ ആഫ്രിക്കയാണ് ഇപ്പൊ എന്റെ മെയിൻ അട്രാക്ഷൻ. ഇപ്പൊ നമ്മള് സിംബാബ്വെ, പിന്നെ മലാവി, അതേപോലെ ഈജിപ്തിലെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കെനിയ, എല്ലാ സ്ഥലത്തും നല്ലതാ. കാരണം അവിടെയൊക്കെ വെച്ചാൽ ഇപ്പൊ നമ്മളെ ഒരു ഇന്ത്യ ഒരു 20 കൊല്ലം മുന്നേ ഉള്ളത് പോലെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ടെക്നോളജി ഈസ് ഗ്രോയിങ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവിടെ ഈ സൈബർ സെക്യൂരിറ്റി ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ശരിക്കും ആഫ്രിക്കയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഗംഭീരമായിക്കോട്ടെ. താങ്ക് യു. അപ്പൊ നമ്മുടെ ആഷ്മിയെ പരിചയപ്പെടുത്തിയില്ല. പിന്നെ ആഷ്മി അറിയാം, എനിക്കറിയാം. നമ്മൾ അജിത്തിന്റെ ആ പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു.
you are honored. എനിക്ക് അങ്ങോട്ട് ചെറിയൊരു പ്രശ്നം പിന്നെ അല്ല ഈ ആഷ്മി ഇപ്പൊ പ്രശ്നം അറിയോ, ആഷ്മിക്ക് 2 ദിവസം പനി അടിച്ചു കിടന്ന ഒരു ആഷ്മി ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു റോബോട്ടിനെ ഉണ്ടാക്കി തരാൻ പറ്റും. അല്ല എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഹാഷ്മിക്ക് പകരം വെക്കാൻ റോബോട്ട് മതിയാവില്ല എന്നുള്ളതാണ്. അതാണ് പിന്നെ ഞാൻ നമ്മള് ആ ട്രീ ഹഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ട്രീ ഹഗ് എന്ന് പറഞ്ഞിട്ട് ഒരേ സമയത്ത് 4300 ചില്ലാനും കുട്ടികള് മരത്തിനെ കെട്ടിപ്പിടിച്ച് നമ്മള് പ്രകൃതിയെ സ്നേഹിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു ഇവന്റ് ചെയ്തതാ. അതെ, ഗിന്നസ് ബുക്കിലായി. കാരണം നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഈ എല്ലാ സെന്ററുകളിലും 100, 200, 500, 1000 കുട്ടികളൊക്കെ പഠിക്കുന്ന നമ്മളെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ പിള്ളേരിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെയുള്ള നല്ല മെസ്സേജുകൾ എത്തിക്കേണ്ടത് എന്നും ഒരു ആവശ്യമാണ്. കാരണം ഇപ്പൊ അതെ അങ്ങനെ ലിസ്റ്റ് ചെയ്ത കമ്പനിയല്ലേ, ഇതിന്റെ മോഹ വില പറഞ്ഞു ഞെട്ടത്. എന്റെ ടേബിളിന് മേലെ തന്നെ ഇതുണ്ടാവും. ഓ ഗ്രേറ്റ്. അത് ഇനി ഒരുപാട് രാജ്യങ്ങൾ ചിലപ്പോ ഉണ്ടല്ലോ, UN സെക്രട്ടറി ജനറൽ പോയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ രാജ്യത്ത് അങ്ങ് എത്തും. തീർച്ചയായിട്ടും സന്തോഷം. അങ്ങോട്ട് പോവാം അല്ലേ. ഇവരാണ് ഇതിന്റെ പിന്നെ ഈ 1.5 ലക്ഷം കുട്ടികൾക്കുള്ള പരീക്ഷ നടത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് എല്ലാം പോകുന്ന ആ ബാക്ക് ഓഫീസ് ടീം ഇവരാണ്. ഒരു രഹസ്യം ചോദിച്ചോട്ടെ, പരസ്യമായിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ സ്ത്രീകളാണല്ലോ കൂടുതൽ ജോലി ചെയ്യുന്നത്. കാരണം ഈ വർക്കുകൾ കൂടുതലും ഇവർക്കാണ് ഏറ്റവും നന്നാവുക. കാരണം അതിന് കുറച്ച് പുരുഷന്മാരെ കൊണ്ട് തോറ്റോ? അല്ലല്ല, പുരുഷന്മാർ ആ സൈഡിലാണ്, ഈ സൈഡ് മുഴുവൻ പുരുഷന്മാരല്ലേ, ചേട്ടന്മാരെ കൊണ്ട്. യെസ്. കാരണം ഇവർക്ക് എന്താ പറയാ, കുറച്ചുകൂടി ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ചെത്തക്കുറവുണ്ടോ? എന്നാലും കുറച്ചും കൂടി ഇവരായിരിക്കും അതിന് നന്നാവുക. നമ്മൾ ഇവരുടെ പേര് അല്ല, ഇവരുടെ പേരെന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ഇരിക്കുന്നവരൊക്കെ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സാ, PROs. അപ്പൊ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി ഡേ ദേ ഹാവ് ടു എല്ലാ സ്ഥാപനങ്ങളിലും വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ, പരീക്ഷ നടത്തല്, സർട്ടിഫിക്കറ്റ്. ഈ 1.5 ലക്ഷം കുട്ടികൾ ഒരു സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം മാക്സിമം ഒരു 30,000 കുട്ടികളെ പഠിക്കുകയുള്ളൂ. അങ്ങനത്തെ ഈ ഹൗസ് ഓഫ് 4 യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുലികളാ. അപ്പൊ നമ്മള് ഒരു മിനിറ്റ് ഞാൻ ഇവരോട് സംസാരിക്കട്ടെ. അത് ഞാൻ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മളെ പ്രിയപ്പെട്ട SKN ആണ്. നമുക്കറിയാം, ഞാനൊക്കെ TV കാണുന്ന അന്നു മുതൽ, ചെറുപ്പം മുതൽ നമ്മളെ മനസ്സിലുള്ള ഒരു മുഖമാണ് ശ്രീകണ്ഠൻ നായർ. അറിയാത്ത ഒരാളുണ്ടാവില്ല. ഇപ്പോഴത്തെ പ്രായം ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഇന്ന് ഈ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഈ പിന്നെ എന്താ പറയാ, ഡ്രഗ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഓസമാണ്. നല്ലൊരു കയ്യടി ആദ്യം കൊടുക്കും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല, ആ കയ്യടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കരിയറിൽ 40 കൊല്ലം പൂർത്തിയാക്കിയ വേളയാണെങ്കിൽ പോലും നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ചെറുപ്പക്കാരിൽ, കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ, പെൺകുട്ടികളിൽ, അതെടുത്തു പറയണം, ഇൻവെർട്ടർ കൊമേൻ, പെൺകുട്ടികളിൽ രാസലഹരിയുടെ സ്വാധീനം വളരെ കൂടിയിരിക്കുന്നു. ഏതാണ്ട് കേരളത്തിൽ ഒരു 600 കേസ് പിടിച്ചപ്പോൾ, കേസെടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു. അതിൽ 17% പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അത് വലിയൊരു നമ്പറാണ്. മാത്രമല്ല, ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ ആപ്പീസ് കൂട്ടി പോകുന്ന കേസാണ്. ഒരു 6-7 കൊല്ലത്തിനുള്ളിൽ പിന്നെ ജീവിതം അങ്ങോട്ട് പോകത്തില്ല. അപ്പം മാത്രമല്ല, വളരെ അക്രമാസക്തരായിരിക്കും. കയ്യിൽ പിച്ചാത്തി കിട്ടിയ അയലത്ത് ഉള്ള ആളിനെ വിളിച്ചുണർത്തി കുത്താൻ തോന്നും. അങ്ങനെ പലരും അങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു ദിവസം 14 കൊലപാതകങ്ങൾ വായിച്ചതിന് ശേഷമാണ് വാർത്താമുറിയിലെ AC റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഈ 39-40 ഡിഗ്രി വെയിലും കൊണ്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ GTECൽ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് ഏറ്റവും ത്രെട്ടുള്ള നമ്മൾ ചിലപ്പോൾ ഈ അതിർത്തിയിലൊക്കെ നിൽക്കുന്ന പട്ടാളക്കാർ പറയില്ലേ, ഈ ഏരിയയിലാണ് ഏറ്റവും ട്രബിൾ എന്ന് പറയുന്ന പോലെ, നിങ്ങൾ വളരെ വൾണറബിൾ സ്പോട്ടിലാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള കുഴപ്പം, പോലീസിന് പതിവില്ലാത്ത രീതിയിലുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, എക്സൈസിനും ഉണ്ട്. അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും, ഇപ്പോൾ GTECന്റെ മെറൂസ് സാറിന്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല ഇവിടെ പോലീസിന് കടന്നു. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഒരാൾ പോലും MDMA പോലെ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ആളുണ്ടാകരുത്. ഇപ്പോൾ എനിക്ക് തന്നെ പേടി, എൻ്റെ ഓഫീസിൽ ആരെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പ്രചാരണം കൊണ്ട് ഞാൻ കാസർഗോഡ് എത്തുമ്പം കൊച്ചിയിരിക്കുന്ന ആഫീസിൽ റെഡി എങ്കറി എന്ന് പറഞ്ഞാൽ പോയില്ലേ, അതുപോലെ വളരെ അങ്ങനെ അതിപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇതെല്ലാം അവിടെ കൊച്ചിയിലേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരാൾ പോലും ഈ രാസലഹരി ഒരു പെൺകുട്ടി ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പോയി എന്ന് വെച്ചോണ്ടാൽ മതി. അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതം പോകണോ? രാജവീതി ഇങ്ങനെ മെയിൻ റോഡായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന ചെളിക്കുണ്ടിലേക്ക് ചാടണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ
അടുത്ത ഞായറാഴ്ച 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ വലിയൊരു മഹാസമ്മേളനം നടന്നത് ബീച്ചിലാണ്, കോഴിക്കോട് ബീച്ചിലാണ്. അവിടെ ഒരു 1 ലക്ഷം പേര് പങ്കെടുക്കുന്ന ഒരു മഹാറാലിയുണ്ട്. എന്തിനാണ് 1 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ 2 ലക്ഷം ആയാലും അത്ഭുതമില്ല. ഈ അവസ്ഥയിൽ ഈ മലയാളികളാണ് ഇത് കൂടുതലും ചെയ്യുന്നത്, കേരളത്തിലേക്ക് ഇത് കടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ കടത്തിക്കൊണ്ടുപോകുന്നവൻ പേടിച്ച് ഈ പണി നിർത്തണം. എന്നുവെച്ചാൽ ജനസമൂഹം ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഒന്നായി ഇന്ന് ശബ്ദിച്ചതെന്ന് വെച്ചാൽ അതുപോലെ ശബ്ദിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഈ GTech കമ്പ്യൂട്ടർ നമ്മുടെ ഈ യാത്രയ്ക്ക് ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി. നിങ്ങളെല്ലാവരും സ്മാർട്ടായി ലോകം മുഴുവൻ നിങ്ങൾ പടരുക. നമ്മുടെ വയസ്സാം കാലത്ത് ഓസ്ട്രേലിയയിലൊക്കെ വടിയിടിച്ച് നടക്കുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കണം GTech കമ്പ്യൂട്ടർ. ഓക്കെ, താങ്ക് യു. ഓസ്ട്രേലിയയിൽ നമ്മളെ കമ്പനി ഉണ്ട്, GTech കമ്പനി ഉണ്ട്. ഓക്കെ, അതെ. ഒരു കാര്യം കൂടി പറയാം ലാസ്റ്റ് ആയിട്ട്. ഇവിടുന്ന് 40 വർഷം എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. ഇനിയും 50ഉം 60ഉം 100 ഒക്കെ ആവട്ടെ SKN. അതേപോലെ ജനങ്ങളോടൊപ്പം മരിക്കണ്ട എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. പറ്റൂലല്ലോ. പ്രിയപ്പെട്ടവർ, നമ്മളൊരു യാത്രയിലാണ്. ആ യാത്ര ഇതിനോടകം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ 16-ാം തീയതി തിരുവനന്തപുരത്ത് തുടങ്ങിയ ഒരു യാത്ര 12ാം ജില്ലയായ ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇത് ലഹരിക്കെതിരെ ഒരു യാത്രയാണ്. SKN എന്ന് പറയുന്ന R. ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിന് 40 വർഷങ്ങൾ. അത് അസാധാരണമായ 40 വർഷങ്ങളാണ്. വന്ന വഴികളിൽ വലിയ വഴിത്തിരിവുണ്ടാക്കിയ 40 വർഷങ്ങളാണ്. ആഘോഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് ആഘോഷം എന്നതിനപ്പുറം നമ്മളൊരു സന്ദേശവാഹക യാത്രയായി നമ്മൾ പുറപ്പെട്ട് ഈ പറയുന്ന പ്രതികൂല കാലാവസ്ഥയിലൂടെയൊക്കെ 12ാം ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രതികൂല കാലാവസ്ഥയിലൂടെയൊക്കെ അങ്ങനെ സഞ്ചരിക്കാനുള്ള കാരണം ഈ കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു വിപത്തിനെക്കുറിച്ച് കേരളത്തെ അറിയിക്കുക, അല്ലെങ്കിൽ ആ വിപത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുക, അത് സർക്കാരിനെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം ഈ 2025 ജനുവരി 1-ാം തീയതി പുലരുന്നത് 15ഉം 16 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുള്ള ഒരു യുവാവിനെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് കുത്തിക്കൊന്നു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ കണ്ട ചോരയ്ക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ അസാധാരണമായ കൂട്ടക്കൊലകൾ കണ്ടു. വെഞ്ഞാറമൂട് അടക്കം ഏറ്റവും ഒടുവിൽ ഒരു ആബേൽ എന്ന് പറയുന്ന ഒരു 6 വയസ്സുകാരനെ കൊന്ന ഒരു യുവാവിനെ നമ്മൾ കണ്ടു. അങ്ങനെ കൊലപാതകങ്ങളും ലഹരിയും അങ്ങേയറ്റത്തെ ഹിംസയും ബ്രൂട്ടാലിറ്റിയും സമൂഹത്തിൽ നടമാടുന്ന ഒരു സമയത്താണ് നമ്മളൊരു യാത്രയുമായി ഇറങ്ങിയത്. യാത്രയുമായി ഇറങ്ങി 12ാം ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആ വാർത്തയിൽ കണ്ട ബ്രൂട്ടാലിറ്റി ഒന്നുമല്ല, അതിനേക്കാളൊക്കെ 10 മടങ്ങ് 1000ഓളം മടങ്ങ് ഭീകരമാണ് ഗ്രൗണ്ടിലെ സാഹചര്യം എന്ന് നമ്മൾ തിരിച്ചറിയുന്ന, നമ്മൾ നേർക്കുനേർ കണ്ട് ബോധ്യപ്പെടുന്നതിന് ഞെട്ടൽ എന്തായാലും മാറുന്നില്ല. അത്രത്തോളം ഭീകരമാണ്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി MDMA അഡിക്റ്റായ കാര്യം ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ പഞ്ചായത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളം, നമ്മൾ നവോത്ഥാനം എന്നൊക്കെ വല്ലാതെ അഹങ്കരിച്ചിരുന്ന ഈ കൊച്ചു കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ ഏത് ചെറിയ ഇടവഴികളിൽ പോലും MDMA എന്ന് പറയുന്ന മാരകമായ രാസലഹരി, മാരകമായ കെമിക്കൽ അതാർക്ക് വേണമെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം, ഒരു ദയനീയ സാഹചര്യമുണ്ട്. ഇനി നമ്മൾ കാത്തിരിക്കാൻ കഴിയില്ല. കാത്തിരുന്നാൽ അത് നമ്മുടെ വരും തലമുറയെ 100% ഇല്ലാതാക്കുകയും കേരളത്തെ ഒരു പടുനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ നിൽക്കുന്നത് വോൾക്കാനോയ്ക്ക് മുകളിലാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ വൈകിയിട്ടില്ല. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് എന്നോ തുടങ്ങേണ്ട പ്രവർത്തനങ്ങളായിരുന്നു. വല്ലാതെ വൈകിയതിൽ നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഒരു പ്രതിരോധ കോട്ട, ഒരു മതിൽ തീർക്കേണ്ട സമയമാണ്. അപ്പോൾ ആ മതിൽ തീർക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് എല്ലാവരെയും ഒത്തുചേർക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും അണിനിരത്തുക എന്ന ഭാഗമായി കൂടിയാണ് നമ്മുടെ ഈ യാത്ര. പ്രിയപ്പെട്ടവർ, ഈ മാസം 20-ാം തീയതി അതിൻ്റെ സമാപനമാണ്. ഈ 2 ജില്ലകൾ കൂടി മാത്രമാണ് ബാക്കി. കണ്ണൂരും കാസർഗോഡും മാത്രമാണ് ബാക്കി. അതുകൂടി കഴിഞ്ഞാൽ 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് അതിൻ്റെ സമാപനമാണ്. ആ സമാപനം 1 ലക്ഷത്തിലധികം അണിനിരക്കുന്ന ഒരു മഹാസമ്മേളനമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ ഈ പോകുന്ന ജില്ലകളിലൊക്കെ അത്രത്തോളം വലിയ പോസിറ്റീവ് പ്രതികരണങ്ങൾ നമ്മുടെ യാത്ര കിട്ടുന്നുണ്ട്. അത് നമ്മളോടുള്ള സ്നേഹം മാത്രമല്ല, നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയത്തോടുള്ള ഒരു റെസ്പോൺസാണ്, ഒരു സ്നേഹം കൂടിയാണത്. അപ്പോൾ നിങ്ങളെയും കോഴിക്കോട് കടപ്പുറത്തേക്ക് ആ മഹാസാഗരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന ഡ്രഗ് കാട്ടലുകളോട് കേരളത്തിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് നമ്മൾ ശക്തമായ ഭാഷയിൽ നമ്മൾ പറയാൻ പോവുകയാണ്. അവരുടെ സാമ്രാജ്യങ്ങൾക്ക് ഒരു ഇളക്കമുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വിശദമായി സംസാരിക്കാൻ SKN ക്ഷണിക്കുകയാണ്. SKN. പ്രിയമുള്ളവരെ, ഞാൻ കുറച്ച് കാര്യം ഏളി വെച്ച് പറഞ്ഞു. അതിൻ്റെ ബാക്കി എന്നോണം ആഷ്മിക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വിശ്രമിക്കാം. അവിടെ ഒരു കസേര ഇട്ടു ആഷ്മിക്ക്. അപ്പോൾ നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഈ യാത്രക്കിടയിൽ നമ്മൾ ശ്രദ്ധ ഊന്നിയത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. കാരണം ഈ ചെറിയ പ്രായം
അതായത് ഒരു 18 വയസ്സ് തികയാത്ത ആളുകളാണ് കൂടുതൽ ഈ രാസലഹരി ഉപയോഗിക്കുന്നത്. നിങ്ങളറിയുന്ന പോലെ കർണാടക പോലുള്ള സംസ്ഥാനത്തിൽ നിന്നൊക്കെ ഒരുപാട് രാസലഹരി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തോ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ പല വിവാദങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കുകയായിരുന്നു. നമ്മളുടെ കാഴ്ചവട്ടത്തിനപ്പുറത്ത് കൂടി ഇതെല്ലാം കേരളത്തിലേക്ക് ഒഴുകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കൊലപാതകങ്ങൾ കേരളത്തിൽ പെരുകുന്നത്? ഒരു ദിവസം 7 മണിക്ക് രാവിലെ ഞാൻ ചെന്ന് നിന്ന് ശുഭസൂചകമായിട്ടുള്ള നല്ല 4 വാർത്തകൾ വായിച്ച് നമ്മുടെ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന വീട്ടമ്മമാരെയൊക്കെ ഒന്ന് ആവേശം കൊള്ളിക്കണമെന്നൊക്കെ വിചാരിച്ചപ്പം കൊലപാതകം നമ്പർ 1, 2, 3 പിന്നെ ഇരട്ട കൊലപാതകം, അങ്ങനെ 7-നും 9-നും ഇടയിൽ 14 കൊലപാതകം വായിച്ച് ഞാൻ ടയർഡായി, ക്ഷീണിച്ചു. ഈ കൊലപാതകം എല്ലാം തന്നെ അതിഭീകരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതും മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പെറ്റമ്മയുടെ കഴുത്തറുത്ത് കൊന്നു, അവരുടെ ചങ്കിന് കത്തി കയറ്റി, ഇങ്ങനെ അച്ഛൻ ഉറങ്ങിക്കിടന്നപ്പോൾ കഴുത്തികരിച്ച് കൊലപ്പെടുത്തി. ഇങ്ങനെ മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കൊലപാതകങ്ങൾ, അതും നട്ടപ്പാതിരായ്ക്ക് അമ്മയുടെ മുറിയിലേക്ക് കടന്നു ചെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ എന്നെ എന്തിനു ജനിപ്പിച്ചു എന്ന് ചോദിച്ചിട്ട് പള്ളയ്ക്ക് കത്തി കയറ്റുന്ന സംഭവങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തി. അപ്പോഴാണ് ഈ 40 കൊല്ലം തികഞ്ഞിട്ടും നമുക്കിതാണല്ലോ തലയിലെടുത്ത് എന്ന് ആലോചിച്ചിരുന്നപ്പോൾ എവിടെയോ ഒരു സ്പാർക്ക് എനിക്ക് തോന്നി. ഈ 40 കൊല്ലം ആഘോഷിക്കാനെന്ന് ഞാൻ ആലോചിച്ചില്ല. ജീവിതത്തിൽ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഘോഷമൊന്നും നടത്താൻ കഴിയാതെ പോയ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ആഷ്മിയൊക്കെ ആഘോഷത്തിൻ്റെ നമ്പർ 1 കുറ്റിയാണ് കേട്ടോ. ആഘോഷത്തിന് അങ്ങേറ്റോ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആഘോഷിക്കാൻ നേരം കിട്ടിയില്ല. ആഷ്മിയോടൊക്കെ ഞാൻ പറയുന്നത് ആഘോഷിച്ചോണമെന്നാണ് കാര്യം. പിന്നീട് അടുത്തൊരു ജീവിതം ഇല്ലല്ലോ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ പക്ഷെ നമുക്ക് ജീവിതം ഒരു ടെലിവിഷനോ റേഡിയോ ഒക്കെ ആയിട്ട് അങ്ങ് മാറിപ്പോയി. അപ്പോൾ ഇത് ഞാൻ പറയാൻ വന്നത്, ഈ ആഘോഷത്തോട് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു സന്ദേശം ആൾക്കാരെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഈ രാസലഹരി, സിന്തറ്റിക് ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ ആൾക്കാർ നശിച്ച് നാമാവിശേഷമായി നാറാണക്കല്ല് അങ്ങനെയല്ലേ ആഷ്മി പിഴുതെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ എന്താണെന്നറിയാമോ? കേരളത്തിലെ ഏതോ ജില്ലകളിൽ എവിടെയോ ചില സ്ഥലങ്ങളിൽ ആരൊക്കെയോ ഒളിച്ചിരുന്ന് ചില്ലറ രാസലഹരി കടത്തിക്കൊണ്ടുവന്ന് ആൾക്കാർ കൊടുക്കുന്നു. അവന്മാരെ പിടിച്ചാൽ പ്രശ്നം തീരും എന്ന് കരുതി ഇറങ്ങിയതാ. 2 ജില്ല പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ നടുങ്ങിപ്പോയി. നമ്മൾ കണ്ട കേരളമേ അല്ല കേരളം. കേരളം ഇനി വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. പുറമേ കേരളം ശാന്തത അവലംബിക്കും, നല്ല പച്ചപ്പ്, സാക്ഷരരുടെ മണ്ണ്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കുട്ടികളൊക്കെ കൃത്യമായി പഠിക്കുന്നു, 44 നദികളുണ്ട്, 365 ദിവസം കൃഷിയുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ ഇത്തിരി അകത്തോട്ട് കയറിയാൽ സംഭവം ക്രിമിനൽ അധോലോക സംഘങ്ങൾ, രാസലഹരി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പ്രചരിക്കുന്നതിനേക്കാളും കൂടുതൽ രാസലഹരി ഒഴുകുന്ന സംസ്ഥാനം നിങ്ങൾക്കറിയുമെന്നറിയില്ല. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ 8 കോളം ടൈറ്റിലായി വന്നു, കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞ് വിദേശ നാടുകളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് സഞ്ചാരത്തിന് വരുന്ന ആളുകൾ കണ്ടാൽ ഏറ്റവും തായ്ലൻഡ് പോലെ അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള അപകടകരമായ ജീവിത സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നവർ മനസ്സിലാക്കുമെന്ന് മാത്രമല്ല, ഈ പാളെ കിടക്കുന്ന കുഞ്ഞിന് പോലും MDMA എന്ന് പറയാൻ കഴിയുന്ന സ്ഥലമാണ് ഇതെന്ന് മനസ്സിലാകില്ലേ? ഞങ്ങൾ കണ്ടത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ CI ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയും MDMAക്ക് അഡിക്റ്റായിട്ട് അങ്ങേരുടെ സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ട്. അതായത് 9 വയസ്സ് പ്രായമുള്ള കുട്ടി. ഈ MDMA എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയാ. 7 കൊല്ലത്തിനകം ചത്തുപോകും. അതിനേക്കാൾ ഉപരി നമ്മൾക്ക് നന്നായിട്ട് ഭ്രാന്ത് പിടിച്ചാൽ, മനോരോഗം ബാധിച്ചാൽ എങ്ങനെയാകുമോ അതിനേക്കാളും അപകടമാണ്. സ്വസ്ഥബുദ്ധി വർക്ക് ചെയ്യത്തില്ല, തലച്ചോറ് തല്ലിപ്പൊളിഞ്ഞു പോകും. മനസ്സും തലച്ചോറും തമ്മിലൊരു ചെറിയൊരു ബന്ധമില്ല, ആ കണക്ഷൻ ഡിസ്കണക്റ്റ് ആവും, മൊത്തം പ്രശ്നമാവും. തലച്ചോറ് പറയുന്ന രീതിയിലുള്ള ഒരു സിഗ്നലും ശരീരത്തിന് ഒരു ഭാഗത്തും എത്തത്തില്ല. അയാൾക്ക് സ്വബോധം എന്നൊരു സാധനം കാണത്തില്ല, അയാളുടെ ബോധമണ്ഡലം അപ്പാടെ തകർന്നു പോകും. ഇങ്ങനെയുള്ള അപകടകരമായ സാഹചര്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാം നമ്മൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. കാരണം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇദ്ദേഹം മെറൂഫ് ഒരു പക്ഷേ അദ്ദേഹം എത്ര കഠിനാധ്വാനം ചെയ്താണ് ഈ സ്ഥാപനം ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം കേരളത്തിൽ നിന്നൊരു സ്ഥാപനം ഇങ്ങനെ ലോകരാജ്യങ്ങളിലേക്ക് പടരുക സ്വപ്നം കാണാൻ എളുപ്പമോ, പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ 24 മണിക്കൂർ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി അങ്ങ് നടക്കണം, സ്വകാര്യ ജീവിതമൊന്നും ഇല്ലാതെ ഇറങ്ങി നടക്കണം. അങ്ങനെ നടന്നുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരുവൻ MDMA അഡിക്റ്റായിട്ട് ഒരു എക്സൈസ് അല്ലെങ്കിൽ ഒരു പോലീസ് സംഘം ഈ സ്ഥാപനം റെയ്ഡ് നടത്തുന്നതിന് ഇതിൻ്റെ സാക്ഷാൽ മുതലാളിയായ ഇദ്ദേഹത്തിൻ്റെ അനുമതി ഇപ്പോൾ ആവശ്യമില്ല. അത് എല്ലാ സ്ഥാപനക്കാരും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെറുപ്പക്കാരെയാണ്, കുട്ടികളെയാണ് ഇവർ സ്വാധീനിക്കുന്നത്. പള്ളിക്കൂടം വരാന്തകളിലൊക്കെ പോയിട്ട് ചെറിയ മിഠായി, കൂൾ എന്നൊക്കെ പറഞ്ഞാൽ മിഠായി, ചോക്ലേറ്റ് മിഠായി, ലഹരി കടത്തി കൊടുക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ലഹരിയുടെ രീതി മാറുക, അവസാനം MDMA കുത്തി വീഴുക. ശാസ്താംകോട്ട DB കോളേജിൻ്റെ വരാന്തയിൽ ഞങ്ങളൊരു മുളങ്കാട് കണ്ടു. കാട്ടിനുള്ളിൽ നിറയെ MDMAക്കാരാണ്. ഞങ്ങൾ അടൂർ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ വരാന്തയിൽ, ഒരു വനിതാ സ്കൂളിൻ്റെ വരാന്തയിൽ നിറച്ച് MDMAക്കാർ നിൽക്കുകയാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ.
അപ്പം ഇത്ര അപകടകരമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും 100 ഇരട്ടി നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ട്. ഞങ്ങൾ വയനാട്ടിൽ പോയ സമയത്ത് ഒരു പള്ളിക്കരിയിൽ മൈസൂർ കർണാടകത്തിൻ്റെ ബോർഡറിൽ വെച്ചിട്ട് ഒരാൾ പറയുന്നു 1 മണിക്കൂർ ഒന്ന് വിശ്രമിക്കാമെങ്കിൽ MDMA ഞാൻ എത്തിച്ചു തരാമെന്ന് പറയുന്നു. കേരളത്തിലേക്ക് ഒഴുകുകയാണ് അവിടെ നിന്ന്. അതുപോലെ കാട്ടിനുള്ളിൽ 5-6 ഊടുവഴികളുണ്ട്. എക്സൈസിനൊന്നും അവിടെ പോകാൻ പോലും പറ്റത്തില്ല. ആ ഊടുവഴികളിലൂടെ ആളുകൾ സാധനങ്ങളുമായി കേരളത്തിലേക്ക് വരും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം 365 ദിവസം ഉണ്ടാക്കുന്ന ലാഭം ഒരു ദിവസം കൊണ്ട് ഒരു MDMA വിൽപ്പനക്കാരെ ഉണ്ടാക്കി കളയും. അതാണ് വെല്ലുവിളി. കാര്യം 30 രൂപ ചിലവാക്കിയാൽ 300 രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഈ മലയാളികൾ തന്നെയാണ് കേരളത്തിലേക്ക് ഇതിൻ്റെ തലതൊട്ടപ്പന്മാരും മുതലാളിമാരും അന്തർദേശീയ നെറ്റ്വർക്കുള്ള കഴുത്തറപ്പൻ നരാധമന്മാരായ മാഫിയ സംഘമാണ്. അത് യാഥാർത്ഥ്യം. പക്ഷേ ഇതിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകുകയും ചെയ്യുന്നതെല്ലാം നമുക്കിടയിലുള്ള മലയാളികളാണ്. അവിടെയാണ് നിങ്ങൾ അവിടെയൊക്കെ കടപ്പുറത്ത് വരണമെന്ന് നമ്മൾ പറയുന്നത്. ഇവർ കണ്ട് ഞെട്ടണം. അതായത് കോവിഡിന് ശേഷം പ്രളയത്തിന് ശേഷം നമ്മുടെ ജനങ്ങൾ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരേ കരുത്തിൽ ഒരേ ശബ്ദത്തിൽ അവിടെ കടലടിക്കുന്നുണ്ടല്ലോ, തിരകൾ ആ തിരകൾ അടിക്കുന്നതിനേക്കാളും കരുത്തിൽ നമ്മൾ വിളിച്ചു പറയണം, കേരളത്തിൻ്റെ ഈ പച്ചപ്പുള്ള മണ്ണിൽ ഒരൊറ്റ MDA-കാരനെ വളരാൻ നമ്മൾ അനുവദിക്കില്ല. അവസാനത്തെ MDMA-കാരനും ഈ നാട് വിട്ടു പോകുന്നത് വരെ സന്ധിയില്ലാത്ത ഒരു പോരാട്ടത്തിലായിരിക്കും ഞങ്ങൾ. അംഗക്കലിപൂണ്ടവരെ പോലെ ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്ത് കളയും എന്നൊരു ഭീഷണി 1,00,000 ഖണ്ഡങ്ങളിൽ നിന്ന് നടന്നു വീഴുകയാണെങ്കിൽ ഒരുതുള്ളവരൊക്കെ പേടിച്ചു പോകും. അതുകൊണ്ട് അല്ലെങ്കിൽ 10,000 പേരായാലും നമുക്കൊരു സമ്മേളനം നടത്താൻ അത്രയും മതി. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് 2,00,000 ആൾക്കാർ വരാൻ പറ്റിയ അത്രയും നല്ലത്. കാര്യം കേരളത്തിൻ്റെ ജനസമൂഹത്തിന് പൊതുവായൊരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധി കടന്നു പോകാൻ നമ്മൾ തോളിൽ കൈയിടും. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ മത പ്രശ്നങ്ങളൊന്നുമില്ല. കോവിഡ് കാലം അതായിരുന്നു. നമ്മൾ റോഡിൽ മലയാളികൾ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒന്നിച്ചിറങ്ങി വരിക. പ്രളയമെന്ന് നമ്മുടെ തലയ്ക്ക് മേളെ വന്നപ്പോൾ നമ്മൾ കൈകോർത്തു. ഇതേപോലൊരു പ്രതിസന്ധി ഒരുപക്ഷെ കോവിഡിനും പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും അപകടകരമായ പ്രതിസന്ധി അത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഈ രാസലഹരിയുടെ വ്യാപനമാണ്. കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, അങ്ങനെ എന്തെല്ലാം രാസലഹരി, കഞ്ചാവ്. ചിലപ്പോൾ നിങ്ങളെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും, ഈ കഞ്ചാവ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധി വളരുമെന്ന്. ബുദ്ധി വളരില്ല, ജീവിതം പോയി കിട്ടും. അത്രയേ ഉള്ളൂ. ഒരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത വ്യാപകമായ പ്രചാരണം ഈ കഞ്ചാവ് വിൽക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളൊക്കെ സയൻസ് പഠിച്ചവരാണ്, സയൻറ്റിഫിക് ടെമ്പർ ഉള്ളവരാണ്. ഇതൊന്നും നമ്മൾ വിശ്വസിച്ച് കൊടുക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെന്നും അന്നല്ലേ നമ്മുടെ നാത്തൂൻ്റെ മറ്റേ ബന്ധുവിൻ്റെ കല്യാണം എന്നൊന്നും പറയരുത്. നാത്തൂൻ്റെ ബന്ധുവിൻ്റെ കല്യാണമൊന്നും പിന്നെ നടക്കത്തില്ല ഇങ്ങനെ അവസ്ഥയ്ക്ക്. നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയാമോ? അതായത് നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിലിങ്ങനെ രാസലഹരിയുള്ള കുട്ടികളൊന്നുമില്ല, നല്ല മിടുക്ക കുട്ടികളാണ്, ലുക്കിൽ ജവഹർലാൽ നെഹ്റു പോലെ ഇരിക്കുന്ന പിള്ളേരെ ഉള്ളെന്ന് പറയും. പക്ഷേ അതല്ല കാര്യം. നിങ്ങളുടെ അപ്പുറത്തോ അയലത്തെ അപ്പുറത്തോ ഒരുവൻ MDMA അടിച്ച് പൂക്കുറ്റിയായി നട്ടപ്പാതിലേക്ക് ഇരിക്കുമ്പോൾ അവന് തോന്നും ആ വീട്ടിലൊരു ലേഡി ഇരിപ്പുണ്ടല്ലോ, അവരെ എങ്ങനെ വെറുതെ കിടത്തി ഉറക്കണോ? അവൻ ചിലപ്പോൾ വാതിൽ ചവിട്ടിപ്പൊളിച്ച് വന്ന് കയറി കൊലക്കത്തി കൊണ്ട് കുത്താൻ വരും. നിങ്ങൾക്ക് ഒഴിയാൻ പറ്റാത്ത സാഹചര്യമാണ്. സിനിമാ തിയേറ്ററിൽ, നിങ്ങൾ പൊതുനിരത്തിൽ വാഹനത്തിൽ പോകുമ്പോൾ, നിങ്ങൾ ചന്തയിൽ പോകുമ്പോൾ അവിടെ എല്ലാം ഈ കൊച്ചുകുട്ടികൾ പിച്ചാത്തിയുമായി അവിടെ കണ്ടെന്ന് വരും. ഒരുപക്ഷെ കേരളത്തിലെ ക്രമസമാധാന നില ഏറ്റവും അപകടകരമാകാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ട്, നമുക്ക് എങ്ങോട്ടും ഇറങ്ങി നടക്കാം, നമുക്ക് നൈറ്റ് ലൈഫ് ഉണ്ട്. കോഴിക്കോടൊക്കെ പാതിരാത്രിക്കൊക്കെ ആൾക്കാർ ചുറ്റി കറങ്ങുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ഈയിടെ ഒരാൾ എന്നോട് ചോദിച്ചതാ, ഇത്രയും നൈറ്റ് ലൈഫ് നമുക്ക് വേണോ, അത്രയും പാകത നമുക്കുണ്ടോ? 12 മണി വരെയൊക്കെ മതി കേട്ടോ, വലിയ അപകടമാണ്. കാര്യം വല്ല നമ്മളൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പം പെട്ടിക്കടയിൽ നമ്മൾ ചായ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഈ പെട്ടിക്കടക്കാരൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നമ്മൾ ചായ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ല ഒറ്റ കുത്തായിരിക്കും. നമുക്ക് വെറുതെ പോയി അവൻ്റെ കത്തി കയറേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതില്ലാതാക്കണമെങ്കിൽ നമ്മളെല്ലാം ഒരു സംഘബലം കാണിക്കണം, സംഘടിത ശക്തി, നമ്മുടെ കരുത്ത് കാണിക്കണം. ഞാൻ ഈ വയസ്സാം കാലത്ത് ചാടി എഴുന്നേക്കാൻ കാര്യം എന്താണെന്നറിയോ? ഇത് കേരളം എന്ന് പറയുന്നത് നമ്മുടെ പച്ചപ്പുള്ള, എനിക്ക് പിറന്ന നിങ്ങൾക്ക് പിറന്ന ഈ മണ്ണ് ഏറ്റവും വലിയ ആപൽഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രതിസന്ധിയുടെ മുനമ്പിൽ നിന്ന് ഈ കേരളാംബയെ നമുക്ക് മോചിപ്പിച്ചെടുക്കണമെങ്കിൽ ലഹരിമുക്ത കേരളം പോരാ, രാസലഹരിമുക്ത കേരളം നമുക്ക് എത്രയും പെട്ടെന്നുണ്ടാക്കണം. കാരണം ഒരു ദിവസം കൊണ്ട് 600-700 പേർ പുതിയതായി ഈ രാസലഹരിക്ക് അഡിക്റ്റാകുന്നു. അതുകൊണ്ട് ഇനി ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അണിചേരണം. ഇവിടെ കുരുങ്ങിയതാണ് കേട്ടോ. സംഘബലം നമുക്ക് ആളുകളെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വരൂ കോഴിക്കോട് കടപ്പുറത്തേക്ക്. അപ്പോൾ എന്തായാലും ഈ ഞങ്ങളുടെ ഈ യാത്രയിൽ GTech ഒരു ലോകമറിയുന്ന ഈ സ്ഥാപനം, വിഖ്യാതമായ ഈ സ്ഥാപനം, പ്രത്യേകിച്ചും ശ്രീ മെഹ്റൂബ്, അദ്ദേഹം ഒരുപാട് എനിക്ക് എത്രയോ കാലത്തെ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ചെയ്ത സഹായം, അദ്ദേഹം ചെയ്ത ധാർമ്മിക പിന്തുണ, അദ്ദേഹത്തിൻ്റെ മോറൽ സപ്പോർട്ട്, ഇതെല്ലാം ഞാൻ എടുത്തു പറയുന്നു. നിങ്ങളെല്ലാവരും ഇതിനെ പിന്തുണച്ച് അണിചേർന്ന് കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു പറയാൻ പോരൂ. അപ്പോൾ
ഒരു പട്ടാള ഡ്രസ്സിലായിരിക്കണം എന്ന് വരേണ്ടതും. നമ്മൾ സാധാരണ ചുരിദാറൊക്കെ ഇട്ട് വന്ന യുവമാർക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ക്യാമറയിൽ കാണിക്കുമ്പോഴുണ്ട് നമ്മൾ ഈ ഡ്രസ്സിൽ തന്നെ വേണ്ടി വന്നാൽ മിലിറ്ററി പോലെ നമ്മൾ മാർച്ച് ചെയ്ത് കയറും, എവൻ്റെ കോട്ട കൊത്തളങ്ങൾ തകർത്താൽ നമ്മൾ അപ്പുറം കടക്കും എന്നവന് മനസ്സിലാകാനുള്ള ഡ്രസ്സൊക്കെ നമ്മളൊന്ന് മാറ്റണം. ഞാനന്ന് മുണ്ടായിരിക്കത്തില്ല, ഉറപ്പ് കേട്ടോ. മിലിറ്ററി മോഡലായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. ചിലപ്പോൾ അവസാന അംഗമായിരിക്കും നമ്മളന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ വരിക. താങ്ക് യു. ആ ഡ്രസ് പട്ടാള ഡ്രസ്സ് ഇല്ലെന്ന് വരാതിരിക്കരുത് കേട്ടോ. അതിന് അങ്ങനെ പ്രശ്നമുണ്ട് അല്ലേ. വളരെ സന്തോഷം. നമുക്കറിയാം, നമ്മൾ TV തുറന്നാൽ ചെറുപ്പം മുതൽ കാണുന്ന ഒരു മുഖമാണ് ഇദ്ദേഹത്തിൻ്റെത്. ശ്രീകണ്ഠൻ നായർ, SKN. അദ്ദേഹം മാധ്യമ രംഗത്ത് 40 വർഷം പിന്നിടുകയാണ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുക്കാം. GTECിലേക്ക് വരാമെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെ GTECിൻ്റെ കോളേജും ക്യാമ്പസും ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകം മുഴുവനുള്ള എല്ലാ GTECും കൺട്രോൾ ചെയ്യുന്ന സ്ഥലം ഇതാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഇത് മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടം കൺട്രോളിംഗ് ഓഫീസാണ്. അതെ. അപ്പോൾ താങ്ക് യു വെരി മച്ച് SKN. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡ് ഓഫ് ദ അവർ എന്ന് പറയും. കാരണം നമ്മൾ എല്ലാ ദിവസങ്ങളിലും മാധ്യമത്തിൽ എല്ലാതിലും കാണുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. ഞാനൊരാളെ കുറച്ച് സമയം സംസാരിക്കാൻ, അദ്ദേഹം പണ്ട് MDMA യൂസ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകും 2 ദിവസം കഴിഞ്ഞ് SKൻ്റെ പ്രോഗ്രാം ഉണ്ട് ദുബായിൽ നിന്നാട്ടോ. അപ്പോൾ അദ്ദേഹം മുമ്പേ MDMA യൂസ് ചെയ്ത ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും, നമുക്കിത് അറിയില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, ഈ സാധനം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ ആദ്യത്തെ 24 hours എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലാണ് ഭയങ്കര എനർജി ആയിരിക്കും അവർക്കല്ലേ. അത് കഴിഞ്ഞ് ഈ 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണല്ലേ. അതായത് ആര് എടുത്തു കൊണ്ടായാലും വരെ അറിയാത്ത രീതിയിലേക്കുള്ള ഉറക്കം. അപ്പോൾ ഇത് രണ്ടും നല്ല സുഖമുള്ള സംഭവങ്ങളാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ അത് നിർത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അതിനുണ്ട്, കാഞ്ഞു പോവാഞ്ഞത് ഭാഗ്യം. അപ്പോൾ അയാൾ അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും SKN നടത്തുന്ന, അതേപോലെ 24 ന്യൂസ് ഈ നടത്തുന്ന വലിയൊരു പ്രോഗ്രാമാണ്. ആശ്മീനൊക്കെ നമുക്കറിയാം. വെൽ ഡൺ, ഒന്നും പറയാനില്ല. നിങ്ങൾ എടുക്കുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് കേരള സമൂഹത്തിന് വലിയൊരു ഭാഗ്യമായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും. കോഴിക്കോട് ബീച്ചിൽ 20-ാം തീയതി നമ്മളെല്ലാവരും ഉണ്ടാവും. താങ്ക് യു. ഞങ്ങൾ നോക്കും മെഹ്റൂബ് സാർ അവിടെ ഉണ്ടോ ഇല്ലയോ. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സമയമാകുന്നു. അപ്പോൾ നമ്മളിനി കാസർഗോഡും കണ്ണൂരും 2 ജില്ലകളും കൂടെ കടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വർദ്ധിത വീര്യം, നമ്മളെപ്പോഴും പറയുന്ന TV ഇങ്ങനെ കേട്ടാണ്, വർദ്ധിത വീര്യത്തിൽ കടപ്പുറത്തേക്ക് വരണം അല്ലേ. SKN 24 SKN, no to drugs.